അവകാശിയാവണം. ഞാനും അത് ആഗ്രഹിക്കുന്നു ബാപ്പ. അതിന് നീ റോഷൻ രാജകുമാരി വിവാഹം കഴിക്കും. രാജാവിന്റെ പ്രീതിയും വിശ്വാസവും നീ സമ്പാദിച്ചു കഴിഞ്ഞു. നീ രാജകുമാരിയുടെ സ്നേഹമാണ് നീ സമ്പാദിക്കേണ്ടത്. ഞാനതിന് ശ്രമിക്കുകയാണ്. പക്ഷേ എന്ത് പക്ഷേ? ഒന്നുമില്ല. ആദ്യമൊക്കെ രാജകുമാരി ചിലപ്പോൾ നിന്നോട് അടുപ്പം കാണിച്ചില്ല എന്ന് വരും. നീ രാജകുമാരിയുടെ സ്നേഹം പിടിച്ചു പറ്റുകയാണ് വേണ്ടത്. അതിനാരെങ്കിലും എതിരായിട്ട് നിന്നാൽ നിന്റെ വാളിൽ വേണ്ടത്ര മൂർച്ചയുണ്ടെന്നവരെ മനസ്സിലാക്കണം. ഇതാരുടെ വീടാ? ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീടോ? എന്തായി പറയുന്നേ? എന്താ മോനെ, നമുക്ക് വീട് മാറിപ്പോയോ? ഇവിടെ എന്നാ ഇങ്ങനെ ഒരു വീടുണ്ടായത്? ഇത് വലിയ അതിശയമാണല്ലോ. ഒരു അതിശയമില്ല. അന്ന് ഞാൻ സാമ്രാജ്യകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് സമ്മാനമായി തന്ന പണം കൊണ്ട് ഈ വീട് മാറ്റി പണിയിച്ചു. എടാ അബൂബക്കറെ, എന്താ? ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവാ. കടക്കാരുടെ കയ്യിൽ നിന്നും ബാപ്പയുടെ കട തിരിച്ചു വാങ്ങിച്ചു. ഒരു തുണിക്കട തുടങ്ങാം. അവിടെ നിനക്കും ഒരു ജോലി തരാം. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. കമറുദ്ദീൻ ഇവിടെ? എന്നെ സേനാനായകനാക്കി നിയമിച്ചു. അറിഞ്ഞു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. മനസ്സിലായില്ല. കുമാരിയുടെ ഏതാജ്ഞയും അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അനുസരിക്കേണ്ടവനല്ല, ആജ്ഞാപിക്കേണ്ടവനാണ് സേനാനായകൻ. ഞാൻ രാജകുമാരിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാഗ്ദാദ് രാജ്യത്തെക്കാളും വിലപ്പെട്ടതാണോ ആ സമ്മാനം? അല്ലെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പോകാം. കമറുദ്ദീൻ, കുമാരി പറഞ്ഞത് കേട്ടില്ല. രാജകുമാരിക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമാണിത്. ഇവിടെ അനാവശ്യമായി പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് അറിഞ്ഞൂടെ? അപ്പോൾ മൗലവി സാഹിബ്, നിങ്ങൾ? കമറുദ്ദീൻ, മൗലവി സാഹിബ് ഞങ്ങൾക്ക് അന്യനല്ല. അദ്ദേഹം ഈ കൊട്ടാരത്തിലെ ഹക്കീമാണ്, പണ്ഡിതനാണ്. എന്നെയും എന്റെ ബാപ്പയും അറബ് അക്ഷരങ്ങളും അർത്ഥങ്ങളും പഠിപ്പിച്ചത് ഈ മഹാനാണ്. അദ്ദേഹമാണ് എന്റെ ബാപ്പയെ വളർത്തിയത്. അദ്ദേഹത്തിനോട് ഈ രാജകുടുംബത്തിനുള്ള നന്ദിയും കടപ്പാടും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പോകാം. ഫാത്തിമ, നീ പുണ്യം ചെയ്തവളാടി. പടച്ചോന്റെ കൃപ കൊണ്ട് നീ യാചിച്ചതെല്ലാം നിറവേറും. തുന്നക്കാരൻ മുസ്തഫയുടെ പേര് നിന്റെ മോൻ നിലനിർത്തും. കണ്ട പിള്ളേരുമായിട്ട് തമ്മിൽ തല്ലി കണ്ടവാനം നടന്നിരുന്ന നമ്മുടെ പിള്ളേർക്ക് കുടുംബം നോക്കണമെന്നുള്ള വിചാരം പടച്ചോൻ തോന്നിച്ചല്ല. അത് മതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ പറ്റില്ല. കൈനീട്ടമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. അതെന്റെ കൈ കൊണ്ട് തന്നെ വേണോടാ മോനെ. അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബീവിക്ക് ഒരു തട്ടത്തിന് തുണി കൊടുക്കും. അത് തന്നെ ഞാനും കരുതിയത്. ബാപ്പ ഉമ്മയ്ക്കല്ലേ വാങ്ങിക്കൊടുക്കൂ. അലാവുദ്ദീൻ, എനിക്കെന്താ തരിക? ജമീല, ഈ കട തുറന്നിട്ട് ആദ്യമായി നിനക്കാ ഒരു കുപ്പായം തുന്നാൻ പോകുന്നത്. ബാഗ്ദാദ് നിവാസികൾക്കൊരറിയിപ്പ് എന്തെന്നാൽ, നാളെ ജമാത്തവൽ 16-ന് രോഷ്നി രാജകുമാരി സ്നാനമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. രാജകുമാരിയെ ആരും ദർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവരും കടകമ്പോളങ്ങൾ അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ കഴിയേണ്ടതാണ്. ഈ രാജശാസനത്തിനെതിരായി ആരെങ്കിലും തെരുവിൽ കണ്ടുപോയാൽ വിചാരണ കൂടാതെ അവരെ ശിരച്ഛേദം നടത്തുന്നതായിരിക്കും. രാജകുമാരി കുളിക്കാൻ പോകുന്നു. ഇതിനെന്താ ഇത്ര അതിശയം? രാജകുടുംബത്തിന്റെ ആചാരപ്രകാരം കൊല്ലത്തിലൊരിക്കൽ ജമാഅത്തുൽ 16-ന്
രാജകുമാരി സ്നാനമന്ദിരത്തിൽ പോയി കുളിക്കണം. രാജകുമാരി കൊല്ലത്തിൽ ഒരിക്കലേ കുളിക്കുള്ളൂ. അതല്ല, രാജകുമാരി ജനിച്ച ദിവസമാണ് ജമാഅത്തുൽ 16. വിളംബരം കേട്ടല്ലോ. നാളെ ആരും പുറത്തിറങ്ങി പോകരുത് പറഞ്ഞേക്കാം. എന്താ പുറത്തിറങ്ങിയാല്? അത് തന്നെ. രാജകുമാരി ആരെങ്കിലും കണ്ട് മോഹിച്ചാലോ? അത്ര സൗന്ദര്യ. ചെറുപ്പത്തില് ഞാൻ രാജകുമാരിയുടെ ഉമ്മ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോകും. അത്ര സൗന്ദര്യവതിയോ? നീ ഇതുവരെ എവിടെ ആയിരുന്നതാ? ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഉമ്മ, ഞാൻ രാജകുമാരി കണ്ടു. എന്റെ മോനെ, രാജകുമാരി എത്ര സൗന്ദര്യമുള്ളവളാ. എന്റെ മോനെ, നീ പുറത്താരോടും പറയരുതേ. തല പോന്ന കാര്യമാ. ആരോടും പറയില്ല. പടച്ചോനെ, വല്ലവരും കണ്ടോ എന്തോ? ഖാലിദാൻ ദ്വീപിലെ സാഹസ്മാൻ രാജാവ് അങ്ങേക്ക് ഒരു സന്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ് വിശേഷം? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹസൻ രാജകുമാരന് അങ്ങയുടെ പ്രിയപുത്രി റോഷ്നി രാജകുമാരിയെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. മുഹമ്മദ് ഹുസൈൻ, കുമാരിക്ക് വിവാഹപ്രായമായി ആലോചിക്കാവുന്ന കാര്യമാണ്. ഷാൻഷാ, കുമാരിയുടെ വിവാഹക്കാര്യത്തിൽ അങ്ങ് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നത്. കാരണം ഷാൻഷാ, ഇവിടെ നിന്നും ഖാലിദാൻ ദേശത്തേക്കുള്ള ദൂരം 42 ദിവസമാണ്. അതും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത്രയും ദൂരം രാജകുമാരിയെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേപ്പോലെ സ്നേഹസമ്പന്നനായ ഒരു പിതാവിന് സഹിക്കാൻ സാധ്യമല്ല. ശരിയാണ് മുഹമ്മദ് ഹുസൈൻ. എന്റെ മകളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ സാധ്യമല്ല. ഈ ബാഗ്ദാദിൽ തന്നെ കുമാരിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. കുമാരിയെ വിവാഹം കഴിക്കാൻ രാജകുടുംബം അല്ലെങ്കിലും അതുപോലെ പ്രശസ്തമായ കുടുംബം ബാഗ്ദാദിലുണ്ട്. മുഹമ്മദ് ഹുസൈൻ, നമുക്ക് മനസ്സിലാകുന്നില്ല. ഷാഹിൻ ഷാ, എന്റെ വാക്കുകൾ അവിവേകമെന്ന് അങ്ങ് കരുതരുത്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ രാജകുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കാൻ എന്റെ മകൻ കമറുദ്ദീൻ സർവദാ യോഗ്യനാണ്. മുഹമ്മദ് ഹുസൈൻ, കുമാരിയുടെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ കമറുദ്ദീനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കമറുദ്ദീൻ ധീരനാണ്. ബാഗ്ദാദ് രാജ്യത്തിലെ കിരീടാവകാശത്തിന് സർവഥാ യോഗ്യനുമാണ്. എന്താ മൗലവി സാഹിബ് ഒന്നും ഉണ്ടാത്തത്? കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹം അങ്ങ് തീരുമാനിക്കാനല്ലേ? വേണ്ട, ഇപ്പോൾ ഒന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ല. മുഹമ്മദ് ഹുസൈൻ, ഇന്നുവരെ ഈ രാജ്യം മൗലവി സാഹിബിന്റെ അഭിപ്രായങ്ങൾ ആദരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹത്തെപ്പറ്റി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താ കുമാരി, എന്താ പറയൂ? എനിക്ക് വിവാഹാലോചന തുടങ്ങി. ആഹാ, അത് നല്ല കാര്യമല്ലേ. അതിനാണ് ഈ പരിഭവം. ഏത് രാജകുമാരനാ വരൻ? രാജകുമാരനല്ല, മന്ത്രികുമാരൻ കമറുദ്ദീൻ. കമറുദ്ദീനെ എനിക്കിഷ്ടമല്ല. ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല. ആലോചന മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചോ? ആലോചന അങ്ങനെ നടക്കുന്നു. അത് നടക്കില്ല കുമാരി, നടക്കില്ല. കുമാരിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അള്ളാഹു ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കുമാരി അത്ര നല്ലവളാണ്. ഞാൻ രാജാവിനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് മൗലവി സാഹിബ് ഇടയ്ക്ക് ചാടി വീണ് എല്ലാം തകരാറിലാക്കി. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം ഞാൻ നടത്തുമായിരുന്നു. നീ മൗലവി സാഹിബിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ മൗലവി സാഹിബ് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ? അഹങ്കാരം. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ മൗലവി സാഹിബായിരിക്കും. മകനെ, നിന്റെ ഓരോ ചുവടുവയ്പും കരുതലുള്ളതായിരിക്കട്ടെ. ബാഗ്ദാദിലെ സിംഹാസനം ഒരു മൗലവി കാരണം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൗലവി മൗലവി നിങ്ങൾക്ക്
നമ്മളെ പറ്റി വല്ല വിചാരമുണ്ടോ? നമ്മളോ? അതെ, ഈ വീട്ടിലുള്ളവരെ പറ്റി. നിങ്ങൾ നമ്മളെ കെട്ടിയോനാ, അതറിയോ? എടാ, കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. ഇപ്പോഴും നിനക്ക് സംശയമാണോ ഞാൻ നിന്റെ കെട്ടിയോനാണെന്നുള്ള കാര്യത്തിൽ? ആ, 2 കുട്ടികളുണ്ടല്ലോ. ഉണ്ട്. ഒരുത്തൻ അബൂബക്കർ, മറ്റവള് ദേവർ. ആ, ഇവളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കിപ്പോ വയസ്സ് എത്രയായി? അവക്കിപ്പോ 17 കഴിഞ്ഞ് 18 നടപ്പാ. ഓ, നിങ്ങളുടെ ഒരു തമാശ. അവക്കൊരു നിക്കാഹ് കഴിക്കണ്ടേ? എന്റെ പൊന്ന ഐഷ ഉമ്മ, അതിന് സമയവും കാലവും ഒക്കെ ഒന്ന് അടുത്ത് വരണ്ടേ? അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? നീ അന്ന് ശ്യാം രാജകുമാരിയെ രക്ഷിച്ച അലാവുദ്ദീൻ. മുഹമ്മദ് ഹുസൈൻ ഉടനെ ശുശ്രൂഷയ്ക്ക് വേണ്ട ഏർപ്പാട് ചെയ്യും. ഖമറുദ്ദീൻ, രാജ്യത്തിലെ അനീതിയും അക്രമവും അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സേനാധിപന്റെ വാൾ നിങ്ങൾക്ക് എന്തിനാണ്? അലാവുദ്ദീൻ ഒരു സാധാരണ പ്രജ. അവനില്ലായിരുന്നെങ്കിൽ ഈ സിംഹാസനം രക്തം പുരളുമായിരുന്നു. അവിടുന്ന് ക്ഷമിക്കണം ഷാഹൻ ഷാ. ആ കൊള്ളക്കാരുടെ എല്ലാം തലകൾ കൊണ്ടുവന്ന് ഞാൻ ഈ കാൽക്കൽ ഉരുട്ടിവിടാം. സംസാരത്തിൽ മാത്രം സാമർഥ്യം ഒതുങ്ങരുതും ഖമറുദ്ദീൻ. നാം അത് പ്രവൃത്തിയിൽ കാണട്ടെ. കൽപ്പന പോലെ ഈ ആജ്ഞ ഞാനിതാ നിറവേറ്റുന്നു ഷാഹൻ ഷാ. ഖമറുദ്ദീനും പോകാം.
അലാവുദ്ദീനെ, മോനെ അലാവുദ്ദീനെ. ഹക്കീം സാഹിബ്, എന്റെ മോൻ മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടാനൊന്നുമില്ല, വെറും ഒരു മയക്കം, വേറെ ഒന്നുമില്ല. രാവിലെ എല്ലാം നേരെയാവും. രാജാവ് തന്നയച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പാരിതോഷികം 1001 ദീനാർ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും രാജാവിനെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഖുദാഫീസ്.